ഇസ്ലാം മതത്തെക്കുറിച്ച് നന്നായി ആഴത്തിൽ പഠിച്ച് ഒരു മതപ്രചാരകനായി ലോകപ്രസിദ്ധനായ ഒരു മതപ്രചാരകനായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു സാക്കിർ നായിക്കാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മതം പഠിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഞാനിതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അയാൾ തൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ വീഡിയോയും നമ്മളിവിടെ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു. റഹ്സാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മതം പഠിക്കാൻ പോയി. സ്വന്തം വീട്ടുകാർക്ക് പോലും താല്പര്യമില്ലാഞ്ഞിട്ടും അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ടും നുണ പറഞ്ഞുകൊണ്ടും ദർസിൽ പോയി ചേർന്ന് മതം പഠിച്ച് ഒടുവിൽ മതവിശ്വാസം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യമാണ് ആ വീഡിയോയിൽ അദ്ദേഹം വിവരിച്ചത്. അതേക്കുറിച്ചാണ് നമ്മൾ മുമ്പ് സംസാരിച്ചത്, ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ അതേ ചെറുപ്പക്കാരൻ മറ്റൊരു വീഡിയോയുമായി അതേ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇൻഫിഡൽസ് എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മതരംഗത്ത് നിന്നും മഹല്ലിൽ നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും അനുഭവങ്ങളുമാണ് ഇന്നലെ അദ്ദേഹം പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നത്. അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അനുഭവമായിട്ട് അദ്ദേഹം പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നും ഇവനെ കൈകാര്യം ചെയ്യണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഉസ്താദുമാർ, മൊല്യന്മാർ വീട്ടിൽ വന്ന് വാപ്പാനെയും ഉമ്മാനെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിലൊരനുഭവം. മറ്റൊരു അനുഭവം, ചില ബന്ധുക്കൾ, അദ്ദേഹത്തിന് ഒരുപാട് എളാപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട്, അവരിൽ ചില ആളുകൾ അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. വേറെ ചിലർ കുടുംബത്തിൽ നിന്നൊന്നും പുറത്താക്കേണ്ടതില്ല, അവനെ നല്ല നിലയ്ക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി നേരത്തെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന പലരും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അദ്ദേഹം ഈ പുതിയ വീഡിയോയിലൂടെ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഞാനിത് വെളിപ്പെടുത്താൻ തന്നെ കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ 4 വർഷമായി ഞാൻ മതം വിട്ടു എന്ന് വളരെ അടുത്ത ചില ആളുകൾക്കും കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾക്കും ഒക്കെ നേരത്തെ അറിയാമായിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി, പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്, എൻ്റെ ഭീരുത്വം കൊണ്ടാണ് ഞാൻ എൻ്റെ അവിശ്വാസം വെളിപ്പെടുത്താത്തത് എന്നവർ ധരിക്കും. അങ്ങനെ ധരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, ഇതിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി കൂടിയാണ് ഞാനിത് വെളിപ്പെടുത്തിയത് എന്നും അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പരീക്ഷണാർത്ഥം ഇത് വെളിപ്പെടുത്തിയപ്പോൾ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മതരംഗത്ത് നിന്നും ഉണ്ടായ പ്രതികരണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ദ ഇൻഫിഡൽസ് എന്ന് പറയുന്ന അതേ ചാനലിൽ അദ്ദേഹം ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാവരും കാണുക. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത എൻ്റെ 245-ാമത്തെ ഖുർആൻ ക്ലാസ് കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ആ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ 28-ാമത്തെ വാക്യത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ ഖുർആൻ തഫ്സീർ എഴുതിയ സുന്നി മുജാഹിദ് ജമായത്ത് പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ നാട്ടിലുള്ള മുസ്ലിം വിശ്വാസികൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഞാൻ ആ ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിച്ചത്. ആ ഖുർആൻ വാക്യത്തോട് അനുബന്ധമായിട്ട് അതേ ആശയം വരുന്ന മറ്റനേകം ഖുർആൻ വാക്യങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മതപണ്ഡിതന്മാർ, സുന്നി മുജാഹിദ് ജമായത്ത്, ഇത് മൂന്നും കൂടെ ആയാൽ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾ കവറായി, ആ 3 പണ്ഡിതന്മാരും വിവരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നത്. ഒരു മുസ്ലിം വിശ്വാസിയായ ഒരാൾ ആ വിശ്വാസമില്ലാത്ത ഒരാളോട്, അതായത് ഈ മതം വിട്ടുപോയ മുർത്തദിനോടല്ല,
സ്വാഭാവികമായിട്ടും മറ്റു മതങ്ങളിലൊക്കെ ജനിച്ചു പോയതുകൊണ്ട് ഈ മതവിശ്വാസം സ്വീകരിക്കാതെ മറ്റു മതവിശ്വാസികളായിട്ടോ അല്ലെങ്കിൽ മതമില്ലാത്തവരായിട്ടോ ഒക്കെ ജീവിക്കുന്ന മറ്റു മനുഷ്യരോട് ഒരു മുസ്ലിം വിശ്വാസി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഞാൻ വായിച്ചത്. അവിടെ പറയുന്നത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആത്മാർത്ഥമായ ആത്മബന്ധത്തോടു കൂടിയുള്ള യാതൊരു സൗഹൃദ ബന്ധവും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ കൂടപ്പിറപ്പുകളോ ആരായാലും ശരി, നിങ്ങളുടെ വിശ്വാസമല്ല അവരുടെ വിശ്വാസമെങ്കിൽ അവരുമായിട്ട് യാതൊരു ആത്മബന്ധവും പാടില്ല. അങ്ങനെ നിങ്ങൾ ആത്മബന്ധം, മനുഷ്യത്വപരമായ ആത്മബന്ധം പുലർത്തിയാൽ അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, അള്ളാഹു നിങ്ങളുടെ ശത്രുവാകും എന്നാണ് ഖുർആൻ പറയുന്നത്. അത് തന്നെയാണ് ഹദീസുകളിൽ പറയുന്നത്, അത് തന്നെയാണ് ഈ മൂല്യന്മാരൊക്കെ വിശദീകരിച്ച് തരുന്നത്. വേറെ മതക്കാരോട് പെരുമാറേണ്ട രീതിയാണ് ഈ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ മതത്തിൽ നിന്ന് പുറത്തു പോയ ആളോട് എത്രമാത്രം ശത്രുതയോടെ ആയിരിക്കും ഈ മതം പെരുമാറുക എന്നുള്ളത് അതിൽ നിന്ന് ഊഹിച്ചാൽ മതി. അപ്പോൾ ഈ ഉസ്താദുമാർ വന്നിട്ട് കുടുംബക്കാരോട്, വാപ്പാനോടും ഉമ്മാനോടും ഇവനെ ഇനി വീട്ടിൽ കയറ്റരുത്, ഇവനെ പുറത്താക്കണം, ഇവനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നത്, ഇവനെ എന്തുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് ആ ഉസ്താദിൻ്റെ മതപരമായിട്ടുള്ള ബാധ്യതയായിട്ട് അയാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ വന്ന് പറയുന്നത്. അതല്ലാതെ അയാൾക്ക് വ്യക്തിപരമായിട്ട് ഈ മനുഷ്യനോടോ ഈ കുടുംബത്തിനോടോ ദേഷ്യം ഉണ്ടായിട്ടല്ല. വ്യക്തിപരമായിട്ട് ഈ മനുഷ്യനോട് ദേഷ്യപ്പെടാൻ മനുഷ്യത്വം അനുവദിക്കുന്നില്ല എങ്കിൽ പോലും, വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ഇവരെ ഒറ്റപ്പെടുത്തണമെന്ന് മനുഷ്യത്വം അനുവദിക്കുന്നില്ല എങ്കിൽ പോലും ആ മനുഷ്യത്വത്തൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഈ മതം ഈ മനുഷ്യരോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ മാനുഷികമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല. ഈ മതത്തിൽ വിശ്വസിക്കുന്നവരുമായി മാത്രമേ നിങ്ങൾക്ക് ആത്മബന്ധമുണ്ടാവാൻ പാടുള്ളൂ. മറ്റുള്ളവരുമായി നിങ്ങൾക്ക് മാനുഷികമായ ആത്മബന്ധങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ ദൈവത്തിനത് സഹിക്കാൻ പറ്റില്ല എന്ന വൃത്തികേടാണ് ഈ മതം അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പച്ച മലയാളത്തിൽ ഈ കേരളത്തിലെ മതപണ്ഡിതന്മാർ, എല്ലാ വിഭാഗം മതപണ്ഡിതന്മാരും വിശദീകരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ റഹിഷാൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനോടും ബാപ്പാനോടും റഹിഷാനെ പുറത്താക്കണമെന്നും അവനെ കൈകാര്യം ചെയ്യണമെന്നും അവനെങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും ഉസ്താദുമാർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ, അവൻ്റെ സൗഹൃദങ്ങളെല്ലാം ഇതിൻ്റെ പേരിൽ ആളുകൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ, അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ആ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇസ്ലാം എന്ന മതവും ആ മതം പഠിപ്പിക്കുന്ന തൗഹീദ് എന്ന വൃത്തികേടും, തൗഹീദ് എന്ന വൃത്തികേട് എന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്, തൗഹീദ് എന്ന വൃത്തികേടുമാണ് ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്ക് മുമ്പിലെ ഏറ്റവും വൃത്തികെട്ട അശ്ലീലം. കാരണം ഇന്ന് ലിബറൽ സമൂഹം, ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സമൂഹം മനുഷ്യരെ അവരുടെ സംസ്കാരങ്ങളനുസരിച്ചോ വിശ്വാസങ്ങളനുസരിച്ചോ ആചാരങ്ങളനുസരിച്ചോ അവരുടെ റേസ് അനുസരിച്ചോ ഭാഷയനുസരിച്ചോ ഒന്നും വേർതിരിക്കാൻ പാടില്ല എന്നും എല്ലാവർക്കും അവരവരുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നും അങ്ങനെ എല്ലാവരും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ജീവിക്കുന്ന ഒരു മനോഹരമായ മഴവില്ല് പോലെ മനോഹരമായ ഒരു ലോകമാണ് നമ്മളുടെ സങ്കല്പമെന്നും ആധുനിക മനുഷ്യർ പറയുമ്പോൾ, ഈ മതം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും നിലനിൽക്കുകയും എന്നിട്ട് ആ തണലേകുന്ന വൃക്ഷത്തിൻ്റെ അടിവേര് വെട്ടുന്ന ഈ സിദ്ധാന്തം മനുഷ്യരിലേക്ക് കുത്തിവെച്ചുകൊണ്ട് വെറുപ്പിൻ്റെയും സങ്കുചിതത്വത്തിൻ്റെയും വർഗീയതയുടെയും സിദ്ധാന്തം ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അത് പറ്റുന്നിടത്തെല്ലാം അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മതം ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്ക് മുമ്പിൽ ഏറ്റവും വലിയ അശ്ലീലമാണ്, തിന്മയാണ്. ഈ മതം മുന്നോട്ട് വെക്കുന്ന തൗഹീദ് എന്ന വൃത്തികെട്ട ആശയം അതൊരു നല്ല ആശയമാണ് എന്ന് ഈ മതം വിശ്വസിക്കുന്നവർ കരുതുന്നുണ്ടെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ അത് ഏറ്റവും വലിയ അശ്ലീലമാണ്, വൃത്തികേടാണ്. കാരണം ദൈവം എന്ന സങ്കല്പം ഒരിക്കലും മനുഷ്യനെയോ പ്രപഞ്ചത്തെയോ സൃഷ്ടിച്ചു എന്ന് കരുതപ്പെടുന്ന ദൈവം എന്ന ഒരു വലിയ സങ്കല്പത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ സങ്കുചിതമായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് പെരുമാറാൻ കഴിയില്ല.
പിന്നെ എവിടെ നിന്നാണ് ഈ ദൈവം വന്നത്, ഈ അള്ളാഹു എന്ന് പറയുന്ന സാധനം വന്നത്, ഈ തൗഹീദ് വന്നത്? ഇത് മുഹമ്മദിൻ്റെ രാഷ്ട്രീയ കൾട്ടിൻ്റെ ഭാഗമായി മുഹമ്മദ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വൃത്തികെട്ട ഒരു സങ്കല്പമാണ്. മുഹമ്മദിന് അറേബ്യയിലുള്ള എല്ലാ ആളുകളെയും അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ച് തൻ്റേതായ ഒരു രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കണമായിരുന്നു. അതിന് മുഹമ്മദ് കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഈ തൗഹീദ്. വേറെ ദൈവങ്ങളില്ല, ഈ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ തൗഹീദ്. എന്നിട്ട് ആ ദൈവത്തെ പിടിച്ചുകൊണ്ടെന്നിട്ട് ഇതുപോലെ വൃത്തികെട്ട ഒരു ജീവിയാക്കിയിട്ട് മുഹമ്മദ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഇസ്ലാം ഇത്രയും ഈ കാലത്ത് മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറ്റാത്ത അത്ര വൃത്തികെട്ട ഒരു ദൈവത്തിൻ്റെ മതമായിട്ട് മാറാനുള്ള കാരണം. ഇനി റഹ്സാൻ്റെ അനുഭവം പറയുമ്പോൾ ഈ അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ തോതിൽ വലിയ തോതിൽ. കാരണം അത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യവും നമ്മുടെ കുടുംബവും ആ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രതയും നമ്മളുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടും ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള അളവിലാണെങ്കിലും മതം വിട്ടവർക്ക് നേരെയും മതത്തെ വിമർശിക്കുന്നവർക്ക് നേരെയും അന്യമതക്കാർക്ക് നേരെയും ഒക്കെ ഇതുപോലുള്ള വൃത്തികെട്ട സമീപനങ്ങൾ നമുക്ക് കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ വായിച്ചു, ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ചു, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അല്പസ്വല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയും അവരോട് സൗഹൃദമുള്ളതായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. പക്ഷേ നമുക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അത് തന്നെയാണ് ബംഗ്ലാദേശിൽ പോയാലും പാകിസ്ഥാനിൽ പോയാലും ഇന്ത്യയിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ പോയാലും ഒക്കെ ഇവരുടെ സമീപനം മറ്റു മതക്കാരോടുള്ള പെരുമാറ്റം അവരെ മനുഷ്യരായി പോലും അംഗീകരിക്കാതെ പരമാവധി ഉപദ്രവിക്കുക എന്ന രീതിയിലേക്ക് ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ പെരുമാറുന്നതിൻ്റെ അടിസ്ഥാന കാരണം വിഷലിപ്തമായ ഈ മതമാണ്. ഇങ്ങനെ ഒരു മതം ആധുനിക ലോകത്തിന് ആവശ്യമുണ്ടോ? ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൻ്റെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഖുർആൻ ക്ലാസ്സിൽ തന്നെ മുഹമ്മദ് പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഖുർആൻ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, മുഹമ്മദ് പറയുകയാണ്, എന്നെക്കുറിച്ച് ആരെങ്കിലും കേട്ടതിന് ശേഷം, എന്നെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഈ മതം വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ അവർ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചു, അത് ചർച്ച ചെയ്തു. അപ്പോൾ മുഹമ്മദ് എന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ അയാൾ ഇത് വിശ്വസിച്ച് ഇതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറഞ്ഞതിന് ശേഷം എൻ്റെ തന്നെ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെ ഓർമ്മിപ്പിക്കേണ്ടായി. വാസ്തവത്തിൽ എനിക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ടോ ഞാനത് മറന്നു പോയത് കൊണ്ടല്ല ഞാൻ ഈ കാര്യം പറഞ്ഞത്. മറിച്ച് ഞാൻ ഇത് പറയാനുള്ള കാരണം ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വിശ്വാസികൾക്കിടയിലേക്ക് അങ്ങനെ ഒരു ചിന്തയെങ്കിലും കടന്നു ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് വിരുദ്ധമായ മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അവിടെ മറച്ചു വെച്ചത്. ഇനി എന്തായിരുന്നു ആ കാര്യം? എൻ്റെ 49ാമത്തെ ഖുർആൻ ക്ലാസ്സിൽ അഹ്റാഫ് എന്ന അധ്യായത്തിലെ 172ാമത്തെ വാക്യത്തിൻ്റെ വിശദീകരണമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടെ എടുത്ത് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരാശയം മുഹമ്മദ് പറഞ്ഞതായിട്ട് കാണാം. ഖുർആൻ തന്നെ, രണ്ടും ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. 23 കൊല്ലക്കാലം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വെളിവുമില്ലാതെ ഒരു കിളി പോയ അവസ്ഥയിൽ ഇന്നലെ പറഞ്ഞത് ഓർക്കാതെ ഇന്ന് മറ്റൊന്ന് പറയുക എന്നത് മുഹമ്മദിൻ്റെ ഫേക്കായിടെയായ അള്ളാഹുവിൻ്റെയും സ്ഥിരം ഏർപ്പാടായിരുന്നു. ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കാതെ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കഥകൾ പിന്നെ പറയുക എന്നത് മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ, ഖുർആൻ്റെ ചരിത്രത്തിൽ, ഹദീസുകളുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. ഞാൻ അത് തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, അതുപോലെയുള്ള കെട്ടുകഥകൾ പറയുന്നിടത്തെല്ലാം ഇന്നലെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇന്ന് പറഞ്ഞതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപോലുള്ളൊരു സംഭവമാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഈ അധ്യായത്തിലെ ഒരു വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട്, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, മുഹമ്മദ് പറയുന്നു
എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരാൾ ഈ മതം വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിലായിരിക്കും എന്ന്. പക്ഷേ നേരത്തെ സൂറത്തുൽ അഹ്റാഫിൽ പറഞ്ഞത് കേട്ടറിയണമെന്നൊന്നുമില്ല. ഇവിടെ ജനിച്ച ഏതൊരു മനുഷ്യനും അയാൾ മുഹമ്മദിനെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ, ഇസ്ലാമിനെ പറ്റി കേട്ടിട്ടില്ലെങ്കിലും, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ലഘുലേഖ കണ്ടിട്ടില്ലെങ്കിലും ശരി, അയാൾ ആൻഡമാനിലെ ആദിവാസിയായാലും ശരി, ഇതൊന്നും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത ആമസോൺ കാട്ടിലെ ആദിവാസിയായാലും ശരി, മനുഷ്യനായി ജനിച്ചവരെല്ലാവരും ഈ മതം വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിലായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. അതിന് കാരണമായിട്ട്, അതിന് ന്യായമായിട്ട് ഒരു കഥ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ കഥ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ കൊഞ്ഞനം കുത്തുന്ന ഒരു ഭീകരമായ തമാശയാണ്. എന്താണ് ആ കഥയിൽ പറയുന്നത്? ഞാൻ അവിടെ വിശദീകരിച്ചതാണ്, ആ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചതാണ്. അവിടെ പറയുന്നത്, ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ആദമിൻ്റെ മുതുകിലിങ്ങനെ ഒഴിഞ്ഞപ്പോൾ ആദമിൻ്റെ മുതുകിൽ നിന്ന് ലോകാവസാനം വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആത്മാക്കൾ എന്ന് പറയുന്നുണ്ട്. ആത്മാക്കളാണോ ഇനി മനുഷ്യന്മാരെ കോലം മുഴുവനുണ്ടോ, അതൊന്നും കഥയിൽ ചോദ്യമല്ല. എന്തായാലും ആദമിൻ്റെ മുതുകിൽ നിന്ന് വരുന്ന സന്താനങ്ങൾ എന്ന് വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ലോകാവസാനം വരെ ഇവിടെ ജീവിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരു മീറ്റിങ്ങിൽ ഒരുമിച്ച് കൂട്ടി. മുതുകിൽ നിന്ന് വരുന്ന എന്ന് പറയാൻ കാരണം, ഈ മുതുകിൽ നിന്നാണ് ബീജം വരുന്നത് എന്നും, മുതുകിൽ നിന്നാണ് ശുക്ലം വരുന്നത് എന്നും, ഈ ശുക്ലം കട്ട പിടിച്ചിട്ടാണ് മനുഷ്യനുണ്ടാവുന്നത് എന്നുമാണ് ഈ പൊട്ട ദൈവവും ഈ പൊട്ടദൂതനും വിശ്വസിച്ചിരുന്നത്. അതാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ മുതുക് സിദ്ധാന്തമാണ് ഇവിടെയും വരുന്നത്. ആദമിൻ്റെ മുതുകിൽ ഒഴിഞ്ഞപ്പം മുതുകിൽ നിന്നുള്ള സന്താനങ്ങൾ മുഴുവൻ വന്ന് നിരന്നു, ലോകത്ത് ജനിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരും നിരന്നു. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്ന്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഓക്കെ പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു, കരാറുറപ്പിച്ചു എന്നാണ് ആ കഥ. അപ്പോൾ ഈ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ്ക്ക് ബേജാറുണ്ട്, മൂപ്പരെ കൂടാതെ വേറെ ദൈവങ്ങൾ ഉണ്ടായി പോകുമോ എന്നുള്ള ബേജാറ്. അത് എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ ചിന്തിച്ചാൽ ചിരിക്കാവുന്ന തമാശയാണ്. ദൈവം ഒന്നേ ഉള്ളൂ എങ്കിൽ ആ ദൈവത്തിന് മനുഷ്യരെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വേറെ ദൈവങ്ങളെക്കുറിച്ച് ബേജാറ് വന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് കാര്യമായ കുഴപ്പമുണ്ട് എന്ന് അവിടെ തന്നെ മനസ്സിലാക്കാം. വേറെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കില്ല എന്നും എന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ലോകത്ത് ജനിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുമായിട്ട് അള്ളാഹു ആദം നബിയുടെ കാലത്ത് എന്നെ കരാറുറപ്പിച്ചിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ലോകത്ത് ആർക്കും ഇസ്ലാം വിശ്വസിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുമാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ള മറുമരുന്നും അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ ചോദ്യം വരിക? അങ്ങനെ ഒരു കരാർ ഇപ്പം നമുക്കാർക്കും ഓർമ്മയില്ലല്ലോ, ലോകത്താർക്കും ഓർമ്മയില്ല. അപ്പോൾ ലോകത്താർക്കും ഓർമ്മയില്ലാത്തൊരു കരാറും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇടപാടിന് വന്നാൽ ആ ഇടപാട് നടക്കില്ലല്ലോ. അത് നുണയാണെന്നാണല്ലോ എല്ലാവരും ധരിക്കുക. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കഥ, അതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു കോമഡി കഥ അവിടെ വേറെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആദം നബിക്ക് അള്ളാഹു ആദ്യം നിശ്ചയിച്ചു കൊടുത്തിരുന്ന ആയുസ് യഥാർത്ഥ ആയുസിനേക്കാൾ 40 വയസ്സ് കൂടുതലുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ആദം നബിക്ക് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ നല്ല ചൊറുക്കുള്ളൊരു മനുഷ്യനെ കണ്ട്. അപ്പോൾ അതാരാണെന്ന് ചോദിച്ച് ആദം നബിക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തു. പഠിച്ചവൻ ദാവീദാണത്, ദാവൂദ് നബിയാണെന്ന്. ദാവീദ് വലിയ ചൊറുക്കുള്ള ആളായിരുന്നു എന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ ആദം പറഞ്ഞു അത്രേ, ഈ ദാവീദിൻ്റെ ആയുസ്സിൽ ഒരു 40 വയസ്സും കൂടെ കൂട്ടിക്കൊടുക്കണം, എൻ്റെ ആയുസ്സിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് മൂപ്പർക്ക് കൊടുത്താൽ മതി എന്ന് ആദം നബി പറഞ്ഞിരുന്നു അത്രേ. പഠിച്ചവനായിട്ട് അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു. ആദം നബി ഈ ദാവീദ് നബിക്ക് തൻ്റെ ആയുസ്സിൽ നിന്ന് 40 വർഷത്തെ ആയുസ് ഓഫർ ചെയ്തിരുന്നു. അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു. അങ്ങനെ ആദം നബിക്ക് മരിക്കാനുള്ള സമയമായപ്പോൾ, ഈ കരാറനുസരിച്ച് മരിക്കേണ്ട സമയമായപ്പോൾ, ആദം നബിയുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്, റൂഹ് എടുക്കാൻ വേണ്ടി അസ്രായീൽ എന്ന് പറയുന്ന കാലൻ വരികയാണ്. അസ്രായീൽ വന്നപ്പോൾ ആദം നബി അസ്രായീലിനോട് ചോദിച്ചു, അതല്ല എനിക്കിനി 10-40 കൊല്ലം കൂടെ ഉണ്ടല്ലോ ജീവിക്കാൻ, എൻ്റെ കണക്കനുസരിച്ച് ഞാൻ മരിക്കാനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അസ്രായീൽ ഈ കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആദം നബി പറഞ്ഞു, അത്രേ അങ്ങനെ ഒരു കരാർ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന്.
അങ്ങനെ ആദം നബി ഈ കരാറ് മറന്നതുകൊണ്ടാണ് പോലും അള്ളാഹുവും മനുഷ്യന്മാരും തമ്മിൽ നടന്ന ഈ ആരാധന കരാറ് ലോകത്തുള്ള മനുഷ്യർക്കാർക്കും ഓർമ്മയില്ലാതെ പോയത്. അപ്പോൾ ആദം നബിക്ക് മറവി എന്തുകൊണ്ട് സംഭവിച്ചു? അത് കഥയിൽ ചോദ്യമില്ല. ആദം നബി മറന്ന കാരണത്താൽ ആദം നബിയുടെ സന്താനങ്ങളായ മുഴുവൻ മനുഷ്യരാശിക്കും മറവി സംഭവിക്കും. ഏത് മറവി? അള്ളേറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ കരാറ് നമുക്ക് ആർക്കും ഓർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഓർമ്മിക്കാൻ പറ്റാത്ത കരാറിൻ്റെ പേരിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പറ്റിയും മുഹമ്മദിനെ പറ്റിയും കേട്ടിട്ടില്ലാത്തവരെ പോലും പിടിച്ചുകൊണ്ടുപോയിട്ട് നരകത്തിലിടും എന്നാണ് അവിടെ കഥ പറഞ്ഞത്. അപ്പോൾ എത്ര നീതിമാനാണ് ഈ ദൈവം എന്ന് ആലോചിച്ച് നോക്ക്. ആദം നബി എന്തോ കുരുത്തക്കേട് കാണിച്ചു, നീ ബോധപൂർവമാണോ അല്ലെങ്കിൽ ആദം നബി എന്നെ മറന്നു പോകാൻ എന്താ കാരണം? അവിടെയൊക്കെ ചെയ്ത്താൻ ഇടപെട്ടിട്ടുണ്ടാവും. ഈ ചെയ്ത്താനെ ഈ ചങ്ങായി തന്നെയാണ് ഉണ്ടാക്കി വിട്ടത്. അങ്ങനെ ചെയ്ത്താൻ ഇടപെട്ടതുകൊണ്ടായിരിക്കാം ആദം നബി മറന്നു. ആദം നബി മറന്നു എന്നതിന് ബാക്കിയുള്ള മനുഷ്യന്മാരെ മുഴുവൻ മറവി ഉണ്ടാക്കുകയും എന്നിട്ട് അള്ളായിട്ടുള്ള കരാർ ആരും ഓർക്കാതിരിക്കുകയും അതിൻ്റെ പേരിൽ ഈ മതം വിശ്വസിക്കാതെയും ഈ അള്ളാനെ ആരാധിക്കാതിരിക്കുകയും ചെയ്തിട്ട് ആ കാരണം പറഞ്ഞ് ഇവരെല്ലാവരും പിടിച്ച് നരകത്തിലിടുകയാണ്. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് നരകം ഉണ്ടാക്കി വെച്ചിട്ട് നരകത്തിനോട് മൂപ്പര് പോയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ പള്ള നിറച്ച് തരാട്ടോ എന്ന്. അപ്പോൾ എത്ര വൃത്തികെട്ടവനാണ് ഈ ദൈവം എന്ന് ആലോചിച്ച് നോക്കും. ഇതുപോലെയുള്ള മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ കൊഞ്ഞനം കാട്ടുന്ന വഷളത്തരങ്ങൾ കഥകളാക്കി അവതരിപ്പിച്ചിട്ട് ആ കഥയുടെ പേരിലാണ് ഈ ആധുനിക ലോകത്തും മനുഷ്യരെ ഇതുപോലെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ലോജിക്കുമില്ലാത്ത പൊട്ടക്കഥകൾക്ക് മേൽ പൊട്ടക്കഥകൾ അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിച്ചുകൊണ്ട് ഇതുപോലുള്ള വഷളത്തരങ്ങൾ പഠിപ്പിക്കുകയും അതിൻ്റെ പേരിൽ മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് മനുഷ്യത്വ വിരുദ്ധമായ കെട്ടുകഥകളിലൂടെ മനുഷ്യനല്ലാതാക്കുന്ന ഈ ദർശനം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണോ ഏതെങ്കിലും പിശാചിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണോ എന്ന് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ചിന്തിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ ചിന്തിക്കുന്നതൊക്കെ ചെയ്ത്താൻ്റെ പണിയാണെന്നാണ്. ഈ പറഞ്ഞതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചോളണം എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഇതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ റഹ്സാൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, റഹ്സാൻ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നീടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാണുക. റഹ്സാൻ്റെ ഇപ്പോഴത്തെ നിലപാട്, ഉറച്ച നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ആ നിലപാട് എന്താണെന്ന് കാണുക. മതം വിടുന്ന ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള തിക്താനുഭവങ്ങൾക്ക് വിധേയരാകുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മതത്തിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളാരും നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പില്ലേ, ജബ്ബാർ മാഷ് മലപ്പുറത്ത് ജീവിച്ചിരിപ്പില്ലേ, ലിയാഖത്ത് അവിടെ ജീവിച്ചിരിപ്പില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ജീവിച്ചിരിക്കുന്നതിന് എത്രമാത്രം പ്രയാസങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. മതം വിട്ടവനെ കൊല്ലുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ ആണ് ഈ രീതിയിൽ ബഹിഷ്കരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യേണ്ടത്. അതിനും കിട്ടിയില്ലെങ്കിലാണ് തെറി പറയേണ്ടതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും. ഇങ്ങനെയാണ് അതിൻ്റെ തെർത്തീബ് പോകുന്നത്. ഇപ്പോൾ ഭാര്യമാരെ തല്ലുന്ന കാര്യം പറയുന്നിടത്തുള്ളൊരു തെർത്തീബ് വേണ്ട. ആദ്യം ഉപദേശിക്കുക, പിന്നെ ബഹിഷ്കരിക്കുക, പിന്നെ തല്ലുക എന്നാണ്. പക്ഷേ മതം വിടുന്നിടത്ത് അതിൻ്റെ നേരെ വിപരീതമാണ് തെർത്തീബ്. ആദ്യം കൊല്ലുക, കൊല്ലാൻ പറ്റില്ലെങ്കിൽ ബഹിഷ്കരിക്കുക, ബഹിഷ്കരിക്കാനും കിട്ടിയില്ലെങ്കിൽ തെറി പറഞ്ഞ് ഉപദ്രവിക്കുക എന്നതാണ് സിദ്ധാന്തം മതം വിടുന്നവരോട്. ഈ മതത്തിലേക്ക് വരാത്തവരോട്, അതായത് സഹജമായ സാമൂഹ്യ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു മതങ്ങളിലും കുടുംബങ്ങളിലും ജനിച്ചു പോയത് അവരുടെ വിശ്വാസം അനുസരിച്ച് സ്വാഭാവികമായി മറ്റു വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ നിരപരാധികളായ മനുഷ്യരെ ഇതുപോലുള്ള ഒരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് നരകത്തിലിടാൻ കാത്തിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ ദൈവം എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇന്നും മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മതത്തിൻ്റെ ആളുകൾ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യത്തെയും ഈ മതജീവികൾ എങ്ങനെയാണ്, എത്ര വൃത്തികെട്ട മനസ്സോടെയാണ് നോക്കിക്കാണുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലിഫോർണിയയിലെ തീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. ഈ ഒരുപാട് വൃത്തികെട്ട മതജീവികൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു ശിക്ഷിച്ചതാണ് പോലും അമേരിക്കയെ. ഈ എന്തിൻ്റെ പേരിൽ? പലസ്തീനെ അമേരിക്ക എതിർക്കുന്നതുകൊണ്ടും ഇസ്രായേലിനെ അനുകൂലിക്കുന്നതുകൊണ്ടും അമേരിക്കയിലെ കൊണ്ടുവന്നിട്ട് ശിക്ഷിക്കണം. എന്താ ഈ അള്ളാഹുവിന് ഈ പലസ്തീനികളെ രക്ഷപ്പെടുത്താൻ ഇവിടെ തീ കത്തിക്കുന്നതിന് പകരം അവിടെ എന്തെങ്കിലും ചെയ്തുകൂടെ? അവിടെ ആ ഇസ്രായേലിൻ്റെ തലയിൽ തീ കത്തിച്ചുകൂടെ? ഇസ്രായേൽ ഇങ്ങനെ തീ കൊണ്ടുവന്ന് വർഷിക്കുകയാണ് ഈ പാവം പലസ്തീനികളുടെ തലയിൽ കൂടെ. എത്ര കുട്ടികളാണ് അവിടെ മരിച്ചുപോയത്? ആ നാട് മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. അവിടെ എന്താണ് ഈ അള്ളാഹു ചെയ്തത്? 2 ആഴ്ച മുമ്പ് അവിടെ ഈ അഭയാർത്ഥികളായിട്ട് വീടും ഇതെല്ലാം നഷ്ടപ്പെട്ട് വന്ന് കടപ്പുറത്ത് നിരത്തി ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കുകയായിരുന്നു ഈ അഭയാർത്ഥികൾ. 10,000 അഭയാർത്ഥികൾ. ആ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന കടപ്പുറത്ത് കൊടുങ്കാറ്റ് വീശി അവിടെ കടലാക്രമണം ഉണ്ടാക്കി ആ ടെൻറ്റുകൾ മുഴുവൻ നശിപ്പിച്ച് കൊടും തണുപ്പിൽ ആ 10,000 അഭയാർത്ഥികളെ ദുരിതത്തിൻ്റെ കയത്തിലേക്ക് ഇറക്കി വിടുന്നതാണ് 2 ആഴ്ച മുമ്പ് നമ്മൾ പലസ്തീനിൽ നിന്ന് വായിച്ച വാർത്ത. അപ്പോൾ അവിടെ കടലാക്രമണം ഉണ്ടാക്കിയതും അവിടെ കൊടുങ്കാറ്റടിച്ചതും അവിടെ ആ പാവങ്ങളെ ടെൻറ്റ് തകർത്തതും അവരുടെ ദുരിതത്തിലാക്കിയതും ആരാണ്? അത് അള്ളാഹുവിൻ്റെ പരീക്ഷണം. 100 കൊല്ലമായി അള്ളാഹു ഈ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഈ പരീക്ഷണം തുടങ്ങിയിട്ട് അവിടെ ഈ കൊടും ക്രൂരമായ പരീക്ഷണം തുടങ്ങിയിട്ട് 100 കൊല്ലമായി. അള്ളാഹിൻ്റെ പള്ളി അടക്കം ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ വന്നിട്ട് എത്രയോ അരനൂറ്റാണ്ടിലേറെയായി. ഈ ഇസ്രായേൽ ആ പലസ്തീനികളോട് കാണിച്ചിട്ടുള്ള എല്ലാ കൊടും ക്രൂരതകളും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും എല്ലായ്പ്പോഴും ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്ത അള്ളാഹു ഇവിടെ കാലിഫോർണിയയിൽ വന്നിട്ട് കാട്ടുതീ ഉണ്ടാക്കിയിട്ടാണോ അതിനെ ശിക്ഷിക്കേണ്ടത്? ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിനെയൊക്കെ തങ്ങളുടെ അന്ധവിശ്വാസത്തിനും ഈ വൃത്തികെട്ട മതത്തിനും അനുകൂലമായിട്ട് വ്യാഖ്യാനിച്ച് വഷളത്തരം വിളിച്ച് പറയുന്ന ആളുകൾ എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അനുഭവങ്ങളുണ്ട് ഇവർക്ക്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു ചരിത്രം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവിടെ തീ പിടിച്ചിട്ട് എത്ര ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഓരോ ഹജ്ജിനും തീപിടുത്തമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്പിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തീ പിടിക്കാത്ത മെറ്റീരിയൽ കൊണ്ട് ടെൻ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവിടെ തീപിടുത്തം കുറച്ച് കുറഞ്ഞത്. അതിനു മുമ്പ് എല്ലാ വർഷവും ടെൻറ്റുകൾക്ക് തീ പിടിച്ചിട്ട് 300, 400, 500, 1000 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തീയിൽ. അപ്പോൾ ഈ ഹജ്ജ് എന്ന് പറയുന്ന വിഗ്രഹാരാധനയ്ക്കെതിരായിട്ട് ഒരു ദൈവം നടത്തുന്ന ശിക്ഷയാണത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അത് എത്രത്തോളം സ്വീകാര്യമാകും? തീപിടുത്തം മാത്രമാണ് ഹജ്ജിൻ്റെ സമയത്തുണ്ടായിരുന്നത്. അവിടെ ഈ ചൈത്താന കല്ലെറിയുന്നിടത്ത് എല്ലാ വർഷവും തിക്കും തിരക്കും ഉണ്ടായിട്ട് ആയിരങ്ങളാണ് മരിച്ചുകൊണ്ടിരുന്നത്. എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൈത്താൻ എറിയുന്നതിനോടുള്ള അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിഷേധമാണ് അവിടെ ഈ ശിക്ഷിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാവുമോ? അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കൂ. ഇന്ന് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്, കൊടുങ്കാറ്റുണ്ടാകുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, കാട്ടുതീ ഉണ്ടാകുന്നത്, ഇതൊക്കെ ഏതെങ്കിലും ഒരു ദൈവം ഒരു മതക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മതക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയാൻ എന്തെങ്കിലും നയാ പൈസയുടെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടോ? കോവിഡ് വന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടു. ചൈനയിൽ കോവിഡിൻ്റെ ആരംഭഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പല മുഫ്തിമാരും മൂല്യന്മാരും അത് നിരീശ്വരവാദികളായ ചൈനക്കുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ബടായി പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞ മുഫ്തിമാർ കോവിഡ് പിടിച്ച് ചത്തത് നമ്മൾ കണ്ടു. ഇതാദ്യം വിളിച്ചു പറഞ്ഞവരൊക്കെ കോവിഡ് പിടിച്ച് പിന്നെ ചത്തു, മാസങ്ങൾക്കുള്ളിൽ ചത്തു. അനുഭവം കൊണ്ട് പഠിക്കില്ല ഇവർ. അതുപോലെ മുമ്പ് അസർബൈജാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇറാനിലെ വലിയ മുഫ്തിമാർ പറഞ്ഞു അത് അവർക്കെതിരായിട്ടുള്ള അള്ളാൻ്റെ ശിക്ഷയാണ്. അർമേനിയയും അസർബൈജാനും തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ഇറാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അവിടെ ഭൂകമ്പം ഉണ്ടായതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നാക്കെടുത്ത് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം ഇറാനിലുണ്ടായി. 10,000 മരിച്ചത്. ഇതൊക്കെ നാട്ടിൽ സംഭവിച്ചാണ്. ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുന്ന മേഖലയാണ് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, ഇവിടെയൊക്കെ. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് അള്ളാൻ്റെ ശിക്ഷയാണെങ്കിൽ മുസ്ലിങ്ങൾ എന്തിനാണ് അള്ളാഹ് ശിക്ഷിക്കുന്നത്? മുസ്ലിങ്ങളുടെ മതം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ദൈവം നടത്തുന്ന ശിക്ഷയാണിത് എന്ന് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചൂടെ? പക്ഷേ മറ്റുള്ളവരാരും അങ്ങനത്തെ വൃത്തികേടുകൾ പറയാൻ വരുന്നില്ല. പക്ഷേ ഇവർ ഈ മാതിരി വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്നു. ഇതാണ് ഒരു മതം മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം ചോർത്തിക്കളയുന്നു, മതം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു എന്ന് ഞാൻ പറയുന്നത്, ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ കാലത്ത്
ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റാത്ത അശ്ലീലമാണ് ഇസ്ലാം എന്ന മതം എന്ന് ഇതെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അത് പറയാൻ വേണ്ടിയാണ്. ഇതൊന്നും പറയാൻ വാസ്തവത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്.